എന്താ ചുണ്ടൊക്കെ പിടിച്ചിട്ട് വരണേ? എടാ അത് ഇന്നലെ കടിച്ചതാ. ആര്? എടാ ഞാൻ പറയട്ടെ. നല്ല കടി കടിച്ചിട്ടുണ്ടല്ലോടാ. എടാ ഞാൻ ഇന്നലെ കിടന്നുറങ്ങായിരുന്നു. അപ്പൊ ഒരു ചുണ്ടുമ്പോ കടിക്കുന്ന പോലെ തോന്നി എനിക്ക്. അപ്പൊ ഞാൻ ആദ്യം സ്വപ്നത്തിലാവെന്ന് വിചാരിച്ചേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ഉറക്കുന്ന എനിച്ചപ്പോ കൊതുകായിരുന്നു. അല്ലാതെ വേറെ ഒന്നല്ലേ. കൊതുക? ആ അല്ലാതെ എന്നൊക്കെ ആര് കടിക്കാൻ. രാവിലെ തന്നെ മൂട് കളഞ്ഞു. പിന്നെ എന്നാലും കൊള്ളാം. കൊതുകിന് കടിച്ചല്ല, കൊള്ളാം. അല്ല നിനക്ക് വിഷമൊന്നുമില്ലേ? എന്തിന്? ആശാന് ഇപ്രാവശ്യം സീറ്റൊന്നും കിട്ടത്തില്ലേ? വിഷമൊക്കെ ഉണ്ടടാ, എന്താ ചെയ്യാം. വിഷമിച്ചിരുന്നൊരു കാര്യമില്ലല്ലോ. അത് ശരിയാ, ആൾക്കും സീറ്റില്ലല്ലോ. പിന്നെ കുറച്ച് മതത്തിനൊക്കെ പറ്റി പറഞ്ഞിരുന്നെങ്കിൽ സീറ്റ് ഒരെണ്ണെങ്കിലും കിട്ടിയനെ. മതത്തിനെ പറ്റിയ? ആ കുറച്ച് വർഗീയതൊക്കെ കുറച്ച് കുത്തി കളിത്തണം. നീ ഇതിനെതിരായിരുന്നല്ലോ. നീ ഈ ദൈവവിശ്വാസം ഇല്ലാണ്ട് നടന്നിരുന്ന ആളല്ലേ? എടാ എന്നാലും ഇടയ്ക്കൊക്കെ നമ്മുടെ കാര്യം കാണാൻ വേണ്ടിട്ട് കുറച്ച് വർഗീയതൊക്കെ ആവാം. അതെ എടാ, അല്ലെങ്കിൽ നമ്മളെങ്ങനെ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകും? ഇതാ ഞാൻ പറഞ്ഞത്, ഞാൻ ഒറ്റയ്ക്കൊരു പാർട്ടി കൊണ്ടുപോകാന്ന്. എന്നിട്ട് കൊണ്ടുപോയാ? നീ വലിയ വീരവാദം വിളക്കി പോയതല്ലേ, എന്നിട്ട് എന്തായി? അതിനുള്ള വഴികളൊക്കെ ഞാൻ കാണുന്നുണ്ട്. അതോടനെ തന്നെ ഉണ്ടാവും, നീ നോക്കൂ. നമുക്കേ വല്ല കിറ്റ് അങ്ങനെ കൊടുത്താൽ മതിയായിരുന്നു. കിറ്റ്? എന്ത് ഈ ഓണക്കിറ്റ് പോലെ? അതല്ലടാ, ഈ കിറ്റ് കൊടുക്ക പാർട്ടിയില് വോട്ടൊക്കെ കിട്ടാൻ വേണ്ടിട്ടേ. പിന്നെ ഒരു ക്വാർട്ടർ ജവാനും ടച്ചിങ്സും. ഈ ഐഡിയ എന്താ മുന്നേ തോന്നാണ്? ശരി ശരിയാ. എന്നിട്ട് പാർട്ടി ഉണ്ടാക്കിയല്ലോ ഒറ്റയ്ക്ക്? നീ നോക്കോ, ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഒരു പാർട്ടി കൊണ്ടുവരും. അതിന് ചിഹ്നം ഇടും, കശുവഴയല്ലേ. പിന്നെ അവിടെ ആരോ വന്നിട്ടുണ്ടല്ലോ. റാണിയുടെ ഏതൊരു കസിൻ വന്നിട്ടുണ്ട് ഇവിടെ. റാണി ഇവിടെ ഇല്ലല്ലോ, ട്രിപ്പ് പോയേക്കാടാ, അതുകൊണ്ട് ഒരു മൂടില്ല. അല്ല, റാണിയുടെ കസിൻ എന്ന് പറഞ്ഞ സ്കെൽറ്റായിട്ട് മെലിഞ്ഞിട്ടുള്ള ഒരു സ്ട്രൈറ്റ് ചെയ്തിട്ടുള്ള പെൺകുട്ടിയാണോ? നീ കണ്ടില്ല, പക്ഷെ ഒരു നിഴല് കണ്ടു. നിഴല് ഈ കൂടെ നീ ഇതൊക്കെ കണ്ടെത്തിയില്ലേ? ആ അതങ്ങനെ. എങ്ങനെയുണ്ട്? ഞാൻ മൈൻഡ് ചെയ്യില്ല, നിനക്കറിയാലോ ഞാൻ സിഗ്മയാ, പണ്ടേ സിഗ്മയാ. നീ വല്ലാണ്ടങ്ങ് സിഗ്മ കളിക്കല്ലേ? കുറച്ച് ദിവസം ഉണ്ടാവൂലേ? ചോദിച്ചോ. അല്ല ഞാൻ ചോദിക്കണേ, ഞാൻ സിഗ്മ അല്ലേ, നിനക്ക് ചോദിച്ചുകൂടെ? നിന്റെ റാണിയല്ലേ കസിൻ? ഓ, ഞാൻ ചോദിക്കണായിരിക്കും. അതെ അല്ലേ? എന്നിട്ട് ഡീറ്റെയിൽസ് എടുത്ത് തരണം. അല്ല അങ്ങനെ ഞാൻ പറയുന്നില്ലേ. സിഗ്മയല്ലേ? സിഗ്മയല്ലേ? ഞാൻ സിഗ്മയാണ്, പക്ഷെ നിനക്ക് വേണമെങ്കിൽ പറയാന്ന്. ഞാൻ കേട്ടിരുന്നോളാം. റാണി റാണി ചേച്ചി ഇവിടെ ഇല്ല. ചേച്ചി ഒരു ട്രിപ്പ് പോയിരിക്കാ. റാണിയുടെ കസിൻ അല്ലേ രേവതി? റാണി എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടനല്ലേ സുജിത്ത്? എന്നെങ്ങനെ അറിയാ? റാണി ചേച്ചി പറഞ്ഞിട്ടുണ്ട്. എന്നെ കുറിച്ചോ? എന്താ പറഞ്ഞേക്കുന്നേ? അല്ല, ചേച്ചിയുടെ പുറകെ വളയ്ക്കാൻ നടക്കുന്ന ചേട്ടനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ റാണിയായിട്ടുള്ള ബന്ധം എല്ലാവർക്കും അറിയാം. റാണിക്കും ഇഷ്ടമുണ്ട്, പക്ഷെ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ. പക്ഷേ റാണി ചേച്ചി ഇഷ്ടമില്ല എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പറയുന്നതല്ലേ. ശരിക്കും റാണിക്ക് എൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ്. അതല്ലേ ഞങ്ങള് ഭയങ്കര പോണ്ട. അല്ല, ഞാനേ ഇതിനെ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന കണ്ടു. ഞാൻ പെട്ടെന്ന് എന്ത് പറ്റി? അത് പിന്നെ ചേട്ടാ, എൻ്റെ അമ്മായില്ലേ, അമ്മായിക്ക് സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ ഭയങ്കര വിഷമത്തില. എനിക്ക് എൻ്റെ അമ്മയെക്കാൾ ഭയങ്കര ഇഷ്ടം എൻ്റെ അമ്മായിനെയാ. അമ്മായി വിഷമിച്ചിരിക്കുമ്പോ എനിക്ക് എങ്ങനെയാ സമാധാനം? അയ്യോ, അതൊന്നും കുഴപ്പമില്ല. മെമ്പറിന് ഇവിടെ എല്ലാവർക്കും അറിയണല്ലേ. മെമ്പറിനെ കൂടെ ഭയങ്കര സപ്പോർട്ടാ. പക്ഷെ ഇത്തവണ സീറ്റ് കിട്ടിയിട്ടില്ല കൊണ്ട് കാര്യമില്ല, അടുത്ത തവണ കൺഫേമാ. എന്നാലും അമ്മായി വിഷമിച്ചിരിക്കുമ്പോ എനിക്കൊരു സമാധാനം ഇല്ല. ഇയാള് വിഷമിക്കേണ്ട കാര്യമില്ല, മെമ്പറോട് സമാധാനം ഇരിക്കാൻ പറ. അല്ല, അതിന് ചേട്ടൻ വേറെ പാർട്ടിയല്ലേ? അയ്യോ, ഞാൻ ചെറുപ്പം മുതൽ ഇവിടെ ഓടിക്കളിച്ച് നടന്നല്ലേ, എനിക്ക് അങ്ങനെ പാട്ടുന്നില്ല. ഞാൻ മെമ്പറിനൊക്കെ ഭയങ്കര സപ്പോർട്ടാ. വേറെ രണ്ടവന്മാരുണ്ട്, അവന്മാരാണ് ഏറ്റവും പ്രശ്നം. അവന്മാരെ അടുപ്പിക്കാണ്ടിരുന്നാ മതി. അമ്മായി പറഞ്ഞിട്ടുണ്ട്, അമ്മാവന്റെ കുറച്ച് ശിങ്കിടികൾ ഇവിടെ കയറി ഇറങ്ങി നടക്കാറുണ്ടെന്ന്. അവരെ കുറച്ച് ശ്രദ്ധിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അവരെ ശ്രദ്ധിക്കണം. ഞാൻ കുഴപ്പമില്ല, നമ്മൾ റാണിയായിട്ട് പിന്നെ ഭയങ്കര കമ്പനിയുള്ള ആൾക്കാരല്ലേ. ആണല്ലേ? പിന്നെ വിഷമിക്കേണ്ട കാര്യമില്ല, എന്തായാലും സീറ്റ് ഉണ്ടാവും. ശരി ശരി, കാണാവേ. ഈ വധൂര് എന്താ എന്റെ വീടിന് മുന്നില്? നീ എന്താ ഉണ്ണികൃഷ്ണൻ എന്റെ വീടിന് മുന്നില്? കണ്ടൂടെ കിടന്നുറങ്ങുന്നു. ഓ, നിനക്ക് ഈ വീട്ടിലെ വഴിയൊക്കെ അറിയൂ. അതിനിപ്പോ എന്താ? ഇപ്പൊ നിന്റെ വീട് എന്റെ വീട് അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ണികൃഷ്ണ, നമ്മള് പരിചയപ്പെട്ടിട്ട് കുറെ കാലായി. എനിക്ക് നീ നല്ല ഫ്രണ്ട്സാ. പക്ഷെ നീയാ അവന്റെ ഒപ്പം നടക്കണത് എനിക്ക് അത്ര വലിയ ഇഷ്ടമാണല്ല. എനിക്ക് തോന്നേ നിങ്ങൾ രണ്ടാളും കൂടെ നിന്നിട്ട് നിങ്ങൾ എനിക്കിട്ട് പണി തരാണോന്നൊരു ഡൗട്ട്. ഓ, അങ്ങനെയാണ് നീ എന്നെ കണ്ടേക്കണേ? എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. അല്ലെങ്കിൽ നീ എന്തിനാ അവന്റെ ഒപ്പം എപ്പോഴും നടക്കുന്നത്? എടാ, നമ്മുടെ ആശാൻ ആ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിന് വേണ്ടി കൊണ്ടുപോയിട്ട് വധൂരിയല്ലേ. പിന്നെ അവൻ ആ റാണിയുടെ ബാക്കിൽ നടക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ, അപ്പൊ അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ അപ്പം പോണ്ടേ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പൊ നീ പറഞ്ഞാലും നിനക്ക് അവനെ പേടി?
എനിക്ക് പേടിയൊന്നുമില്ല. അതിനെ അവനും പറയുന്നത്. അവനായിരിക്കും പേടി. അല്ല നീ എവിടുന്ന? ഞാനേ അത് പറയാൻ മറന്നു. ഞാൻ നമ്മുടെ മെമ്പറിന്റെ വീട്ടിലൊന്ന് പോയായിരുന്നേ. അപ്പൊ നമ്മുടെ റാണിയുടെ കസിൻ വന്നിട്ടുണ്ട്. മെലിഞ്ഞിട്ട് സ്കെൽട്ടായിട്ട് മുടി സ്ട്രേറ്റ് ചെയ്തിട്ട്. എടാ നിനക്കൊക്കെ നാണില്ലേ അവളൊക്കെ പുറകെ നടക്കാൻ? പുല്ലേ, അപ്പൊ നീ ഇത്ര കാര്യം നിനക്ക് എങ്ങനെ അറിയാം? അല്ല ഞാനൊരു നിഴല് കണ്ടത്. നിഴലിൽ ഇത്രയും ശ്രദ്ധിക്കുകയാണെങ്കിൽ നേരിട്ട് കണ്ടത് ശ്രദ്ധിക്കുക. ഞാനങ്ങനെ ചില നിഴലുകളൊക്കെ ശ്രദ്ധിക്കും. ആ കൊച്ചിനാണെങ്കിൽ ഭയങ്കര സങ്കടം. മെമ്പറിന്റെ സീറ്റ് പോയില്ലേ. അവൾക്കാണെങ്കിൽ അമ്മായി എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവന. ഞാൻ കുറെ സമാധാനിപ്പിച്ച് വിട്ട്. പാവം. ഇതൊക്കെയാണ് ഇവിടുത്തെ ആമ്പിള്ളേരുടെ വലിയ പ്രശ്നം. ഒരു പെണ്ണൊന്നും മൂങ്ങിയാ കഴിഞ്ഞാൽ അപ്പ ചെല്ലും കെയറിങ് ഏട്ടയായിട്ട്. എടാ നിനക്കൊക്കെ എന്റെ എന്താ പ്രശ്നം എന്ന് അറിയും? നിനക്കെന്ത് പ്രശ്നം? എനിക്ക് പല പ്രശ്നമുണ്ട്. അന്ന് അത് ഇതുവരെ നീ ചോദിച്ചിട്ടില്ലല്ലോ. എടാ ഞാൻ പോയത് നമ്മുടെ റാണിയുടെ കസിൻ ആണല്ലോ. അപ്പൊ അവൾക്കൊരു സങ്കടം വന്നു കഴിഞ്ഞാൽ നമ്മളല്ലേ നോക്കേണ്ടത്. നമ്മളുണ്ട് പോയതാ. ഞാൻ എന്റെ റാണിയുടെ കാര്യം ഞാൻ പറഞ്ഞു. അത്രേ ഉള്ളു. അതിനുവേണ്ടി പോയത്. പക്ഷെ ഭയങ്കര സങ്കടം, പാവം തോന്നി കണ്ടപ്പോ. ഞാൻ കുറെ സമാധാനിപ്പിച്ചു. അല്ല ഇനിയിപ്പോ അവിടെ ഉണ്ടാവോ? 2 ദിവസമൊക്കെ അവിടെ ഉണ്ടാവോ ഇനി? അല്ല റാണിയുടെ കസിൻ ഉണ്ടാവും എന്നാണ് തോന്നുന്നു. അതല്ലേ എന്തേ? അല്ല ഒന്നുമില്ല, ഉണ്ടാവോ ചോദിച്ചതാ. ഉറക്കുന്ന എനിക്കെപ്പോഴും ഞാൻ ഒരു കാര്യമാണ്. ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ പോയി കഴിക്കട്ടെ. എന്റെ വീട്ടിലൊരു ഫുഡൊന്നും ഇല്ല. അതില്ല, അത് കഴിച്ചിട്ടാ ഞാൻ അവിടെ വന്ന് കിടന്നു തുടങ്ങിയത്. പോട്ടെ, ബൈ. പതൂരി. എന്താ വിഷമിച്ചിരിക്കുന്നു? ഏയ് അങ്ങനൊന്നുമില്ല. അല്ല എന്തെങ്കിലും വിഷമം കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഭക്ഷണത്തോട് കാണിക്കണ്ട. അല്ല ആരായിരുന്നു മനസ്സിലായില്ലേ? ഇവിടുത്തെ ദേവകി അതിന്റെ അമ്മായിയാണ്. ഓ, അമ്മായിന്റെ ബ്രദറിന്റെ മോളാ ഞാൻ. പറഞ്ഞിരുന്നു ആരോ വന്നിരുന്നു. ചേട്ടനാരാ? മനസ്സിലായില്ല. ഞാനിവിടെ വാസുവാശന്റെ ശിഷ്യൻ. ഓ, അമ്മായിയുടെ എതിർ പാർട്ടി. അങ്ങനൊന്നുമില്ല, നമുക്ക് അങ്ങനൊന്നുമില്ല. ഞാൻ അമ്മായിയുടെ ആളാണ്, ആശാന്റെ ആളാണ്. അല്ല എന്തിനാന്ന് ശരിക്കും വിഷമിച്ചിരിക്കണ്ടായിരുന്നെ? അത് അമ്മായിക്ക് സീറ്റ് കിട്ടിയില്ലല്ലോ. അമ്മായിനെ എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്റെ അമ്മയെക്കാൾ എനിക്ക് അമ്മായിനെ ഇഷ്ടം. അമ്മായി വിഷമിച്ചിരുന്നപ്പോ എനിക്കും വിഷമം സഹിക്കാൻ വയ്യ. അപ്പൊ എനിക്കും വിഷമായി. അതിനൊരു വഴിയുണ്ട്. അല്ല അമ്മായിക്ക് സ്വതന്ത്രമായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് നിന്നൂടെ? അങ്ങനെയൊക്കെ നിക്കാൻ പറ്റൂ? പിന്നെ അങ്ങനൊക്കെ നിക്കാം. അങ്ങനെ നിക്കുമ്പോ ഒന്നില്ലെങ്കിൽ വോട്ട് മറിയാനും ചാൻസ് ഉണ്ട്. ആണോ? അപ്പൊ ഇത് പേടിച്ചിട്ട് അവരുടെ പാർട്ടി തന്നെ ചിലപ്പോ അമ്മായിനെ നിർത്തും. ഇത് കൊള്ളാലോ. എന്നാ അമ്മായിയോട് അത് പറയാല്ലേ? അത് പറ. പിന്നെ ഇത് ഞാനാ പറഞ്ഞതെന്ന് അമ്മയോട് പ്രത്യേകം പറയണം കേട്ടോ. പക്ഷെ വേറെ ആരും അറിയരുത്. അത് ഉറപ്പല്ല. ഇതൊക്കെ കുട്ടിക്ക് വേണ്ടി മാത്രമാണ്. ആണല്ലേ? താങ്ക്സ്. ചേട്ടന് ഭയങ്കര ബുദ്ധിയാണല്ലേ? അതൊക്കെ അത്രേ ഉള്ളൂ. കാണാനും കൊള്ളാം. അത് പിന്നെ അപ്പൊ എങ്ങനെ ചേട്ടൻ വേറെ പാർട്ടിയിലോട്ട് പോയി? അമ്മായിയുടെ കൂടെ തന്നെ നിന്നാ ഇതൊക്കെ അമ്മായിക്ക് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാലോ. അല്ല നമ്മളങ്ങനെ നിൽക്കരുത്. നമ്മൾ 2 പാർട്ടിയിലും കാര്യങ്ങൾ പഠിക്കണ്ടേ? ശരി. എനിക്ക് ആഗ്രഹം പുതിയതായിട്ട് ഒരു ഒറ്റയ്ക്കൊരു പാർട്ടി തുടങ്ങണം എന്നാണ്. ആണോ? എന്നാ പിന്നെന്താ തുടങ്ങാത്തെ? അല്ല അതിന് സമയമായിട്ടില്ല. കുറച്ചുകൂടി കള്ളത്തരങ്ങളും പിന്നെ കൈക്കൂലി വാങ്ങലും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ചേട്ടനെ കണ്ടിട്ട് ഇപ്പൊ തന്നെ അതൊക്കെ അറിയുന്ന പോലെ ഉണ്ടല്ലോ. കുറച്ച് എന്തായാലും ഒരു ഭാവി കാണുന്നുണ്ട്. കഴിക്കാം. അല്ല ആശാൻ അപ്പൊ ഇവിടെ ഇല്ല? ഇപ്പൊ പുറത്തു പോയെന്ന് തോന്നുന്നു. വരാറായിട്ടുണ്ട്. അത് കണ്ടു, അതുകൊണ്ടല്ലേ ഞങ്ങൾ വന്നേ. എന്തായാലും കഴിക്ക്. ഞാനിവിടെ ഒക്കെ തന്നെ ഉണ്ടാവും. എന്തെങ്കിലും ഐഡിയ കാര്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, ശരി. അമ്മായി എന്തിനിങ്ങനെ വിഷമിച്ചിരിക്കുന്നു? ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുന്നതാണല്ലോ. ആകെ മൊത്തം എന്തോ പോലെ. ഒന്നുമില്ല മോളെ. എനിക്ക് എന്റെ അമ്മായിനെ അറിഞ്ഞൂടെ? ഇങ്ങനെയൊന്നും അല്ലല്ലോ. ഇലക്ഷനിൽ സീറ്റ് കിട്ടാത്തതാണോ പ്രശ്നം? ഇതിനൊന്നും ഇങ്ങനെ വിഷമിച്ചിരിക്കല്ലേ. ആളുകളുടെ ഇടയിലോട്ട് ഇറങ്ങ്. വീണ്ടും പഴയ പോലെ ആക്റ്റീവ് ആയിരിക്കും. എന്നാലും ആളുകൾ ശ്രദ്ധിക്കുള്ളൂ അമ്മായിനെ. ഓ, ഇനിയിപ്പോ എന്തും പറഞ്ഞിറങ്ങാന്. എനിക്ക് സീറ്റ് നഷ്ടപ്പെട്ടു. പണ്ട് ആളുകളുടെ ഇടയിൽ എനിക്ക് എന്ത് വില ഉണ്ടായിരുന്നെന്നറിയോ? ഇനിയിപ്പോ ഞാൻ എന്തും പറഞ്ഞിറങ്ങും. എനിക്ക് വല്ല വിലയുണ്ടോ? പട്ടിയുടെ വില പോലും ഇനി ആളുകൾ തരത്തില്ല. അമ്മായി വിഷമിക്കല്ലേ. അമ്മായി വേണമെങ്കിൽ ഒന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് നോക്കായിരുന്നില്ലേ? അതൊന്നും ശരിയാവത്തില്ല. എന്റെ പാർട്ടിക്കാർക്ക് എന്നെ വേണ്ടെങ്കിലും എനിക്ക് എന്റെ പാർട്ടിയോട് കൂറും മമതയുള്ള ഒരാളാ. ഞാൻ സ്വതന്ത്രനായിട്ട് നിന്നിട്ട് എന്റെ പാർട്ടിയെ തോൽപ്പിക്കാൻ ഞാൻ ആളല്ലോ. അമ്മായി തോൽപ്പിക്കണ്ട. അമ്മായി അങ്ങനെ നിക്കാൻ പോകുന്നു എന്നുള്ളത്
അമ്മായിയുടെ പാർട്ടിയോടൊന്ന് പറഞ്ഞു നോക്ക്. അപ്പൊ ചിലപ്പം അമ്മായിനെ തന്നെ വീണ്ടും നിർത്തിയാലോ, അവരുടെ വോട്ട് മറിയെന്ന് വെച്ചിട്ട്. നോക്ക്. അതൊരു നല്ല ഐഡിയ. ആ ഒന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ചിലപ്പോ ഓട്ട് മറിഞ്ഞ അവര് തോറ്റുപോയാലെന്നോ പേടി കാരണം അമ്മായിനെ തന്നെ നിർത്തും, പേടിക്കണ്ട. പിന്നല്ല. എന്നാ ഇതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഞാനേ എന്റെ കൊച്ചാപ്പീനെ ഒന്ന് വിളിക്കട്ടെ. കൊച്ചാപ്പിയ? അതാരാ? എന്റെ രാഷ്ട്രീയ ഉപദേശകനാ. അവനോട് വിളിച്ച് അനുവാദം ചോദിക്കണം. അവൻ പറയുന്ന പോലെ കാര്യങ്ങൾ നീക്കിയ എന്റെ ജയം ഉറപ്പ്. അപ്പോൾ ചിലപ്പോൾ സ്ഥാനാർത്ഥി സ്ഥാനം എനിക്ക് കിട്ടിയാലോ? കിട്ടും. എന്നാ ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ. ഓക്കേ. എന്റെ കൊച്ചാപ്പി,